രാജുവിൻ്റെ കാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേഞ്ച് റോവർ നല്ല വണ്ടിയാണ്. എനിക്ക് പൊങ്ങി വിശാലമായിട്ടൊക്കെ ഇറങ്ങണം. പൃഥ്വിരാജിന്റെ ഇന്ദ്രിയത്തിന്റെ എല്ലാ വണ്ടികളിലും മല്ലികാമ്മ കയറിയിട്ടുണ്ടോ? അയ്യോ, എല്ലാ വണ്ടിയിലെന്ന് ചോദിച്ചാൽ കയറി അതായത് കയറി ലോങ് ട്രിപ്പ് ഒന്നും പോയതല്ല. വണ്ടികൾ എടുക്കുമ്പം അതുകൊണ്ട് ഞാൻ താമസിക്കുന്നിടത്തൊന്നും വരും. അപ്പം ഞാനൊന്ന് കയറും. സത്യം പറയാമുള്ള എനിക്ക് ഈ ലംബോർഗിനി എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ക്രെയിൻ വേണ്ടി വരുമോ എന്നെനിക്ക് തോന്നി. സത്യം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ അമ്മ ഇതിനകത്ത് മാത്രം നീ കയറ്റത്. ഇതിൻ്റെ റേഞ്ച് റോവർ എല്ലാം കൊള്ളാം, BMW കൊള്ളാം, റേഞ്ച് റോവർ എല്ലാം കൊള്ളാം. പക്ഷേ ഇതിനകത്തൊന്ന് ഇറങ്ങണമെങ്കിൽ സ്പോർട്സ് കാർ പോലെ നമ്മൾ തൂങ്ങി പിടിച്ചോണ്ടൊക്കെ വെളിയിട്ട് കാലി വെച്ച് ഇറങ്ങണം. അപ്പോൾ ഈ ലംബോർഗിനി ഞങ്ങളെ പോലുള്ളവർക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാനൊരു 5-6 വാച്ച് ഇടാം. സത്യം. അങ്ങനെയാണ് ഇവരുടെ കാറുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാണ്? രാജുവിൻ്റെ കാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേഞ്ച് റോവർ നല്ല വണ്ടിയാണ്. എനിക്ക് പൊങ്ങി വിശാലമായിട്ടൊക്കെ ഇറങ്ങണം. അല്ല, നമ്മുടെ വണ്ണമൊക്കെ വെച്ചോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കൊന്നും ഇറങ്ങാതെ എനിക്കൊക്കത്തില്ല. ഇന്ദ്രൻ്റെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു വോൾവോയുടെ ഒരു വണ്ടിയുണ്ട്, നല്ല വണ്ടി, നല്ല സുഖം. പിന്നെ അവൻ നല്ല കുറച്ച് എനിക്ക് ഇന്ദ്രൻ ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുതലാണ്. അവനൊരു വലിയ ഓവർ സ്പീഡിൽ പോകത്തില്ല, എന്നാലും അവന് സ്പീഡിലൊക്കെ പോകും. രാജു ഒറ്റ പിടിയില്ല. 20 മിനിറ്റ് കൊണ്ട് നെടുമ്പാശ്ശേരിയൊക്കെ എത്തി, ചിലപ്പോൾ ലൈറ്റും ഒക്കെ ഇട്ട്. കാരണം അവൻ അങ്ങനെ ഇറങ്ങത്തുള്ളൂ. നേരത്തെ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങ് വരിക. എന്തൊക്കെയാണോ ആണ്. ഈ രണ്ടുപേർക്കുള്ള 2 വീലറുകളിൽ ഏതെങ്കിലും കയറിയിട്ടുണ്ടോ? ഞാനോ? സുഖോട്ടം വിളിച്ചിട്ട് കയറിയില്ല. അയ്യോ, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു ബുള്ളറ്റ് കുറേ കാലം. എന്ത് നീ ഇങ്ങോട്ട് കയറി, ഞാൻ കാണിച്ചതിൻ്റെ തോന്നലാണ് ഇത് കയറിയാൽ മറിഞ്ഞടിച്ച് വീഴുമെന്ന്. എത്ര പെണ്ണുങ്ങൾ പോകുന്നൊക്കെ പറയും. സ്വന്തം ഭർത്താവ് വിളിച്ചിട്ട് ഇതിലൊഴിച്ച് ചേട്ടാ എവിടെ വേണേ. എനിക്ക് ബാലൻസിങ് ചെറുപ്പത്തിൽ ഇത്ര വണ്ണമൊന്നുമില്ല. അന്നും കയറിയിട്ടില്ല, ഇപ്പം തീരെ കയറത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്ന പക്ഷേ ഇങ്ങോട്ട് കയറിയെന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ എപ്പോഴും പറയാം, അമ്മ ഒന്ന് ഇരുന്ന് നോക്കാം. എനിക്ക് എന്തോ ഒരു പേടിയാണ്. അതെ, ഇവരുടെയൊക്കെ ഇത്രയും എക്സ്പെൻസീവായ കാറുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കും. ഞാൻ തന്നെ എനിക്ക് സ്വയം അറിയാം. കാരണം അവരൊക്കെ നിൽക്കുന്ന ഫീൽഡ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഒരു നല്ല എല്ലാവരും കൂടെ പോകാനൊരു വലിയ കാറ്, എന്നും ജിമ്മിൽ പോകും 2 പേരും. അപ്പോൾ അതിനൊരു ചെറിയ കാറ്. പിന്നെ പൂർണ്ണിമയ്ക്ക് പ്രാണേ പോയേക്കുള്ളൂ. ഇന്ദ്രൻ പോയിട്ട് വണ്ടി അയക്കാന്ന് പറഞ്ഞാൽ അവിടെ പറ്റത്തില്ല, അവിടെ കല്യാണ പെണ്ണ് ഒരുക്കി വന്ന് നിൽക്കുക. അപ്പൊ ഈ ഒരു 2-3 കാറ് ഇവർക്ക് എല്ലാവർക്കും ആവശ്യം. സുപ്രിയയും തന്നെത്താൻ ഓടിക്കും, പൂർണ്ണിമയും തന്നെത്താൻ ഡ്രൈവ് ചെയ്യും. അപ്പൊ അതെന്തായാലും ആവശ്യമാണ്. അപ്പൊ അവര് പോകുന്ന സമയത്ത് ദൈവകുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ അത് കാരണം അതേപോലെ തന്നെ രാജു ഉടനെ ജിമ്മിൽ പോകണം. ഇവരെല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു വലിയ കാർ എടുത്തു. പക്ഷെ രാജു സുഖേട്ടൻ്റെ കൂട്ട പണ്ടേ സുഖേട്ടൻ്റെ വണ്ടി ക്രേസാണ്. ഞാനിത് ഈയിടെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. സുഖേട്ടന് ആദ്യം വാങ്ങിച്ച ഒരു കർണാടക രജിസ്ട്രേഷൻ ബെൻസ് ഉണ്ടായിരുന്നു, CAC 707. അത് മദ്രാസിൽ കൊണ്ടുവന്ന് TSA 6565 എന്നാക്കി. അങ്ങനെ അത് അംബാസഡർ. പിന്നെ മാരുതി ഇറങ്ങിയപ്പോൾ 40ാമത്തെ മാരുതിയാണ് ഇന്ത്യയിലെ ഞങ്ങളുടേത്, TMG 5412. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്.